ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 7 days 7 juices പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് 6ാമത്തെ ദിവസമാണ്. ഇന്ന് ഗ്രേപ്സും ലെമണും വെച്ചിട്ട് ഒരു അടിപൊളി കൂളിംഗ് ഡ്രിങ്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗ്രേപ്സ് ക്രഷ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഗ്രേപ്സ് ക്രഷ് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഗ്രേപ്സ് ക്രഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത മുന്തിരിങ്ങയാണ്. അതിലേക്ക് ഒരു 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് അധികമായിട്ട് തന്നെ നിൽക്കണം. ഇത് സിറപ്പാക്കി എടുക്കാനായതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിട്ട് നിൽക്കണം. പിന്നെ ആ മുന്തിരിങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് മുന്തിരിങ്ങ വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ജ്യൂസ് മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ കിട്ടുന്നൊരു മുന്തിരിയുണ്ട്, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജ്യൂസ് മുന്തിരിയാണ്. അപ്പോൾ അതിന് ചെറിയൊരു പുളിപ്പും മധുരവും എല്ലാം ഉണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് നല്ലതുപോലെ വെന്ത് കുറുകി വരണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മുന്തിരിങ്ങയെല്ലാം വെന്ത് ഉടഞ്ഞ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരും. അപ്പോൾ നമുക്കിപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഇത് തണുക്കുമ്പം കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് പുളി ഇല്ലാത്ത നമ്മൾ സീഡ്ലെസ് മുന്തിരിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലൈമിൻ്റെ ജ്യൂസും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് അരിച്ചെടുത്ത് ചൂടൊക്കെ നന്നായിട്ട് മാറിയ ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ആഴ്ചകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജ്യൂസ് തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഗ്രേപ്സ് ക്രഷ് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രേപ്സ് ക്രഷ് വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രേപ്സ് ലെമണേഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തു. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ലെമൺ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കസ്കസ് ആണ്. കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ഇടുന്നതിനേക്കാളും ഷുഗർ സിറപ്പാണ് നല്ലത്. ഇത് ഞാൻ നേരത്തെ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് സിറപ്പാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഷുഗർ സിറപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വെള്ളത്തിലിട്ട് അലിയിച്ച് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഗ്രേപ്സ് ക്രഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 100 ml നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേപ്സ് ക്രഷ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത്, ഞാനിവിടെ ചേർക്കുന്നത് തണുത്ത സോഡയാണ്. അതാണ് ഈ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത്, ഒരു എഫക്റ്റ് നൽകുന്നത്. സോഡ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തണുത്ത വെള്ളമായാലും ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കൂളിംഗ് ഗ്രേപ്സ് ലെമണേഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നാളെ വേറൊരു ജ്യൂസുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.